ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോൾ ജയറാം രമേശിന്റെ ഒരു ട്വീറ്റ് ഇതിനുശേഷം പുറത്തു വന്നിട്ടുണ്ട്. എയർ ചീഫ് മാർഷലിന്റെ വിശദീകരണത്തിന് ശേഷവും കോൺഗ്രസിന്റെ സംശയങ്ങൾ തീരുന്നില്ല. വളരെ പെട്ടെന്ന് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്, ഷോക്കിംഗ് ആണ് എന്നാണ് ജയറാം രമേശ് പറയുന്നത്. ഇങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ നിർത്താനുള്ള സമ്മർദ്ദം എവിടെ നിന്നാണ് പ്രധാനമന്ത്രിക്ക് മേൽ വന്നു ചേർന്നത് എന്നുള്ള സംശയം ജയറാം രമേശ് ഉയർത്തുകയാണ്. അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, എയർ ചീഫ് മാർഷൽ പോലും ഇത്ര വ്യക്തമായി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടും കോൺഗ്രസിന്റെ സംശയം തീരുന്നില്ല, രാഹുലിന്റെ സംശയം തീരുന്നില്ല, ജയറാം രമേശിന്റെ സംശയം തീരുന്നില്ല. ജയറാം രമേശ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വക്താവ് കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിയുടെ സംശയമായിട്ടാണ് നമ്മൾ ഈ ഘട്ടത്തിൽ അതിനെ കാണേണ്ടത്. അങ്ങയുടെ പ്രതികരണം? അല്ല, കോൺഗ്രസ് പാർട്ടിയുടെ സംശയം തീരില്ല. അവർ ആ കപ്പ് തലയിലും വെച്ചിട്ട് ഇങ്ങനെ നടന്നിട്ട് സംശയിച്ച് നടക്കുന്നതല്ലാണ്ട് വേറെ പണിയൊന്നുമില്ല. കാരണം ആരവരുടെ നേതാവ്? ആ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ, അദ്ദേഹം ഉയർത്തുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ആ ഉയർത്തുന്ന നിരവധി കാര്യങ്ങളൊക്കെ പ്രതലത്തിൽ ഇങ്ങനെ പറത്തുക എന്നല്ലാതെ അദ്ദേഹത്തിനും വേറെ ഉദ്ദേശമൊന്നുമില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യ മഹാരാജ്യത്ത് ഇരുന്നു കൊണ്ട് ഇന്ത്യക്കാരനായിട്ടാണ് അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബോധ്യമെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കുണ്ടാകും. നല്ലതാണ്. ഇവരെന്തിനെയാണ് സംശയിക്കുന്നത്? ഇവർക്കറിയേണ്ടത് എന്താണ്? ഇവർക്കറിയേണ്ടത് ഇന്ത്യക്ക് പരാജയം സംഭവിച്ചു, ഇന്ത്യയുടെ എത്ര വിമാനം തകർന്നു, ഇന്ത്യയിൽ എത്ര ആൾക്കാർ മരിച്ചു, ഇന്ത്യക്ക് എന്തെല്ലാം സംഭവിച്ചു, ഇവർക്ക് അന്വേഷിക്കേണ്ടത് അതാണ്. അല്ലാണ്ട് പാകിസ്ഥാൻ്റെ വിമാനം തകർന്നോ, പാകിസ്ഥാനെ ദോഷം ചെയ്തോ, നമ്മുടെ ശത്രു രാജ്യത്തിനെ തകർത്തില്ലേ, ഇത്യാദി കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് അറിയാൻ നേരില്ല. ഇവർക്ക് നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം ദോഷങ്ങൾ സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ടും അതിൽ ആഘോഷിക്കുകയുമാണ് എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. ആ സംഭവം ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പോലും ഇവരുടെ ട്വിറ്റർ ഹാൻഡിലുകളിലും ഇവരുടെ മറ്റ് പോസ്റ്റലുകളും ഓൺലൈൻ പരിപാടികളിലൊക്കെ ഇവർ കാണിച്ചിരുന്നത് എന്താണ്? പ്രധാനമന്ത്രിയുടെ തലയില്ലാത്ത പടം, അതേപോലെ തന്നെ തീവ്രവാദികൾ പോയതായിട്ട് ഇവർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ, അങ്ങനെ എത്രയെത്ര മഷി ഇവരുടെ നേതാക്കന്മാരായിട്ടുള്ള കർണാടക നേതാക്കന്മാർ, റോബർട്ട് വദ്ര, അങ്ങനെ നിരവധി നേതാക്കന്മാരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇന്ത്യ മഹാരാജ്യത്തിരുന്നിട്ട് രാഹുൽ എന്ന് പറയപ്പെടുന്ന വ്യക്തി പ്രതിപക്ഷ നേതാവ്, ഇവർ നാഴികയ്ക്ക് 40 വട്ടം പറയുമല്ലോ പ്രതിപക്ഷ നേതാവാണ് ഉന്നയിച്ചത്. അപ്പോൾ ഇവർ പറയുന്ന കൊമ്പുള്ള പ്രതിപക്ഷ നേതാവ് ഇന്ത്യ മഹാരാജ്യത്തെ ഇന്ത്യൻ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് പ്രതിപക്ഷ നേതാവായ ആളല്ലേ. അപ്പോൾ അയാൾക്ക് കൂറുണ്ടാവേണ്ടത് ഇന്ത്യക്കാരോടല്ലേ. ആ ഇന്ത്യക്കാരോട് കൂറുണ്ടാവേണ്ട വ്യക്തി ഇന്ത്യ മഹാരാജ്യത്തിന് ദോഷം ഉണ്ടാക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും വിട്ടുകൊണ്ടേയിരിക്കും. കുറച്ച് നാൾ മുന്നേ പറഞ്ഞു ഡെഡ് എക്കോണമിയാണ്. അത് ട്രംപ് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന് ദോഷകരമായിട്ടൊരു സാമ്പത്തിക നയം കൊണ്ടുവന്ന സമയത്ത് ശക്തമായിട്ട് ഇന്ത്യ അതിനെ തിരിച്ചടിക്കുകയും ഇന്ത്യ അതിന് വേണ്ടത് മറുപടി കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ എന്താ പറഞ്ഞത്? അത് സത്യമാണ്, അത് ഡെഡ് എക്കോണമിയാണ്. അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിനെതിരായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇങ്ങനെ വിടുക, ഇത് ഇവരുടെ ഒരു ബുദ്ധിപരമായ നീക്കമാണ്. ഇതിൻ്റെ പിന്നിലൊരു ആഗോള ശക്തിയുണ്ട്. നമ്മളത് പറയുന്ന സമയത്ത് അതിനെ എതിർത്തത് കൊണ്ടോ പ്രയാസപ്പെടുത്തി സേനാധിപതി വേണുവിനെ പോലെയുള്ള ഒരു രാജ്യസ്നേഹിയായ കോൺഗ്രസ്സുകാർക്ക് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. നിങ്ങളത് മനസ്സിലാക്കണം, നിങ്ങളത് അംഗീകരിക്കണം. നിങ്ങളുടെ നേതാവായിട്ടുള്ള രാഹുലെ പറയുന്ന വിഡ്ഢിത്തരങ്ങളാണ് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യമുണ്ടെങ്കിലും ആ വിഡ്ഢിത്തരങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയപ്പെടുന്നത്. എന്നാൽ സൊസൈറ്റിക്കകത്ത് ഒരു അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, പ്രതലത്തിൽ ഇങ്ങനെ അടിച്ചു വിടുക. ആ അടിച്ചു വിടുന്നതിന് തെളിവൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ഇടയ്ക്കിടയ്ക്ക് ഭരണഘടന നെഞ്ചോട് ചേർത്ത് പിടിക്കും. ആ ഭരണഘടന പൂർണ്ണമായിട്ട് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, അദ്ദേഹം വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ആ ഭരണഘടന ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു ആഗോള ശക്തിയുടെ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഡീപ് സ്റ്റേറ്റ് പോലെയുള്ള ഗൂഢാലോചന. ഉക്രൈനിൽ എങ്ങനെയാണോ ഇവർ നടത്തിയിട്ടുള്ള ഒരു സമരം ഉണ്ടായത്, ഉക്രൈൻ യുദ്ധം നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അതിന് അതേപോലെ തന്നെ ശ്രീലങ്കയിൽ എങ്ങനെയാണ് ജനാധിപത്യത്തിൽ ഇവർ ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് പരാജയപ്പെടുന്നു, ഇവർ കാലങ്ങളോളമായി പരാജയപ്പെടുന്നു, സർക്കാരിനെ വീഴ്ത്താൻ സാധിക്കില്ല എന്ന് പറയപ്പെടുന്ന സമയത്ത് ബാഹ്യശക്തികളുടെ ഇടപെടലോടുകൂടി തന്നെ ഇവർ ജനങ്ങളെ കാണിച്ചുകൊണ്ട് അതൊരു പൂർണ്ണമായിട്ട് പരാജയമാണ് എന്ന് വരുത്തി തീർക്കാൻ കാണിക്കുന്ന ശ്രമം. ബംഗ്ലാദേശിലെ ടോട്ടൽ പോൾഡ് വോട്ടിൻ്റെ 75% കിട്ടിയിട്ടുള്ള ആ സർക്കാരിനെ ഇവർ വീഴ്ത്തിയിട്ടുള്ള ശൈലി അറിയാം. അതേപോലെ തന്നെ ശ്രീലങ്കയിൽ, അതേപോലെ തന്നെ ഉക്രൈനുമായി ബന്ധപ്പെട്ട് അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. യുദ്ധങ്ങളൊക്കെ അതിൻ്റെ തെളിവുകളാണ്. ഈ തെളിവുകളൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതൊക്കെ ഒരു ആഗോള ഗൂഢാലോചനയാണ്.
എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത സംവിധാനത്തെ അവർ സമൂഹത്തിന് മുമ്പിൽ ഒരു അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ വലിയ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആ പുകമറയിലൂടെ ഇവരെ രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു ശക്തി ക്രിയേറ്റ് ചെയ്ത സർക്കാരിനെ വീഴ്ത്താൻ കാണിക്കുന്ന ഒരു രാഷ്ട്രീയ ആഗോള തന്ത്രം ഇതിൻ്റെ പുറകിലുണ്ട്. അതിൻ്റെ വാക്കായി രാഹുൽ എന്ന് പറയപ്പെടുന്ന പ്രതിപക്ഷ നേതാവ് മാറുന്നു. എനിക്ക് ആ പ്രതിപക്ഷ നേതാവ് എന്ന് പറയാൻ പോലും മറക്കുകയാണ്. കാരണം ഇതുപോലെ കാണിക്കുന്ന നിലപാടുകൾ ഓരോന്നായിട്ട് എടുക്കാം. ഈ സുപ്രീം കോടതിയിൽ നിന്ന് എന്തിനാണ് കുറച്ച് നാൾ മുന്നേ ഒരു കമൻറ്റ് കിട്ടിയത്? എന്തടിസ്ഥാനത്തിലായിരുന്നു? ചൈന ഭാരത് ജോഡോ യാത്രയിൽ ചൈന നമ്മുടെ സ്ഥലം എടുത്തു വെച്ച് കലക്കണിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഏത് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? നിങ്ങൾ ഭാരതത്തിലല്ലേ ഉള്ളത്, നിങ്ങൾ ഏത് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? അപ്പോൾ ഇയാൾക്ക് മറുപടി അതിനകത്ത് അവിടെ ഉണ്ടാവില്ല. ഇയാൾ ഈ പുറമേയുള്ള മൈക്കുകളിലാണ് ഈ അലക്കുകൾ മുഴുവൻ നടക്കുക. പിന്നെ അദ്ദേഹം അതേപോലെ തന്നെ ഉന്നയിച്ചൊരു വിഷയമായിരുന്നു, ബഹുമാനായിട്ടുള്ള ശ്രീ രാജ്നാഥ് സിംഗ് കൃത്യമായിട്ട് തന്നെ പാർലമെൻറ്റിൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യത്തിന് മറുപടി കൊടുത്തു. എന്താണെന്നറിയാമോ? നമ്മുടെ ഒരു മണ്ണും ഒരു ചൈനയും പിടിച്ചെടുത്തിട്ടില്ല. അവിടെ കൃത്യമായിട്ടൊരു ട്രീറ്റി ഉണ്ട്. ആ ട്രീറ്റി അനുസരിച്ച് അവിടെ ആയുധങ്ങൾ എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സൈനികർ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു സ്ഥലവും നഷ്ടപ്പെട്ടിട്ടില്ല. അത് ഇവരുടെ ആൾക്കാർ പാർലമെൻറ്റിൽ ചോദിച്ചതല്ല കേട്ടോ. BJPയുടെ അംഗം പാർലമെൻറ്റ് നക്ഷത്ര ചിഹ്നം ഇട്ട് ചോദിച്ചതിന് ഇവിടുത്തെ രാജ്നാഥ് സിംഗ് മന്ത്രി കൃത്യമായിട്ട് മറുപടി കൊടുത്തതാണ്. അപ്പോൾ ഇവരവിടെ ആ വിഷയം ഉന്നയിക്കില്ല. ഇവർ പുറത്ത് ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ ഈ രാഹുൽ എന്ന് പറയപ്പെടുന്ന വ്യക്തി പുകമറ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും. ഇതിനു മുന്നേ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നേ. ആ നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടി ഭരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു. നമ്മുടെ സ്ഥലം നഷ്ടപ്പെട്ട വരാം ഇടപെടണ്ട. നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ പാകിസ്ഥാൻ നമുക്ക് POK നമുക്ക് നഷ്ടപ്പെട്ടത് ആരുടെ കാലഘട്ടത്തിലാണ്? 93,000 വരുന്ന പാകിസ്ഥാൻ്റെ ആളുകൾ ഇവിടെ പിടിച്ചു വെച്ചിട്ട് സ്ഥലമൊക്കെ തിരിച്ചു കൊടുത്താൽ 93,000 പേര് തിരിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരെ തിരിച്ചു മേടിക്കാനുള്ള പ്രാപ്തി ഇന്നരയ്ക്ക് ഉണ്ടായിട്ടില്ലല്ലോ ശിവലാ കരാർ ഒപ്പിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇവരുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ പൂർവികർ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ എന്തായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് ഈ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. ഇപ്പോഴും രാഹുലിന് സംശയം തീർന്നിട്ടില്ല. രാഹുലിൻ്റെ സംശയം എന്ന് പറയപ്പെടുന്നത് ഇന്ത്യ പരാജയപ്പെട്ടു എന്ന് പൊതുസമൂഹത്തിന് മുൻപ് വിളിച്ചു പറയാനുള്ള വെമ്പലായിട്ടാണ് എനിക്ക് സംശയമായിട്ട് അത് തോന്നുന്നത്. പിന്നെ ഇവർ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് പറയുന്നതാണ് ഇവർക്ക് വേദവാക്യം. ഇപ്പോൾ സേനാപതി വീട് കലക്ക് കണ്ടില്ലേ? UN ആൾ പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ വേദവാക്യം. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയോ ഭാരതത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയോ ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രിയോ ഭാരതത്തിൻ്റെ ആർമി ഓഫീസർമാരോ ഭാരതത്തിൻ്റെ സൈനിക ഓഫീസർമാരോ പറയുന്നത് ഇവർക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്നേ. ഇവർക്കപ്പോഴും മറ്റവർ പറയുന്നത് കേൾക്കുക, അതനുസരിച്ച് ഇവിടെ താളം കൂട്ടുക, അതനുസരിച്ച് ഇവിടെ യുദ്ധം വെട്ടുക. ഇപ്പോൾ അതേ വോട്ട് ചേർത്തുമായി ബന്ധപ്പെട്ട് ഇവരുടെ വലിയ വിവാദമായിരുന്നല്ലോ. ഞാൻ ആ വിഷയം അതല്ലെങ്കിൽ അതൊന്ന് പറഞ്ഞു പോകേണ്ട ഒരു ആവശ്യപ്പെടേണ്ടി. രാഹുൽ ഗാന്ധിയുടെ വിഡ്ഢിത്തരങ്ങളുടെ വേഷമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇവർ വലിയ ചാനലുകാരും ചർച്ചക്കാരും കൊണ്ടുപോയല്ലോ. അവസാനം ഒരു റൂമിൽ വോട്ട് ചേർത്തു എന്ന് പറയപ്പെടുന്നതിൻ്റെ ഓണർ വന്നല്ലോ. അവൻ വളരെ വൃത്തിയും വെടുപ്പായിട്ട് നാഷണൽ ചാനലിനോട് പറഞ്ഞല്ലോ, ഞാൻ കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ്. അത് പറഞ്ഞില്ലേ? ഇവരുടെ പാർട്ടി ഭരിക്കുന്ന കർണാടകയിൽ അങ്ങനെ ഇവർക്ക് കൃത്രിമം നടന്നിട്ടുണ്ട് എങ്കിൽ അവിടെ BLA ഇവരാരായിരുന്നു? ഇവരുടെ കോൺഗ്രസ്സുകാർക്ക് എന്നിട്ട് പണി പാട്ടവർക്കം പോയിക്കായിരുന്നു. ഇവരവിടെ കരട് പ്രഖ്യാപിക്കുമ്പോഴും നിയമവും വ്യവസ്ഥയും അനുസരിച്ച് അതിൻ്റെ എത്ര ദിവസത്തിനുള്ള പരാതി പറയാൻ സമയമുള്ളപ്പോഴും ആ പരാതികൾ വളരെ കൃത്യമായി കുറക്കേണ്ട രീതിയിൽ കുറക്കേണ്ട സമയത്തൊക്കെ ഇവരെന്തുട്ട് അവിടെ കാണിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് LED വാളും വെച്ചിട്ട് പുറത്ത് മൈക്ക് വെച്ചിട്ട് കലക്കലയാൾ. ഇയാൾ എന്താണ് പറയുന്നത്? ഞാൻ സത്യവാങ്മൂലം കൊടുക്കില്ല. ആരോടെ പറയണ? ഇലക്ഷൻ കമ്മീഷനോട്. എന്താ സത്യവാങ്മൂലം കൊടുത്താൽ കുഴപ്പം? ഞാൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആളാണ്. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട് കോഡ് ഓഫ് കണ്ടക്റ്റിൽ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ഒത്തെടുത്തിട്ടുള്ള ഒരു മെമ്പർക്ക് ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു കാര്യത്തിനകത്ത് പരാതിയോ സത്യവാങ്മൂലമോ കൊടുക്കാൻ പാടില്ല എന്ന് ഇയാളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഹെഡിൽ പരാതി കൊടുത്തിട്ടുണ്ടെന്ന്. കോടതിയിനകത്ത് നമ്മൾ ഹൈക്കോടതിയിലൊരു കാര്യം നടത്തുമ്പോൾ സേനാപതി വേണു ഞാൻ ചോദിച്ചോട്ടെ, ഹൈക്കോടതിയിൽ നമുക്കൊരു ആവശ്യം ഒരു റിലീഫ് വേണം. നമ്മളവിടേക്ക് കടലാസിൽ ഞാൻ ജനാധിപത്യത്തിൽ ജയിച്ചു വന്നിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ നേതാവാണെന്ന് പറഞ്ഞിട്ട് ലെറ്റർ പേഡിൽ അയച്ചു കൊടുത്താൽ മതി. ഇല്ലല്ലോ, റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യേണ്ടത്. എന്തുകൊണ്ട് നിയമത്തിൻ്റെ മുമ്പിലേക്ക് നിങ്ങളിങ്ങനെ പ്രയാസമുണ്ടെങ്കിൽ പോകുന്നില്ല? എന്തുകൊണ്ട് ഈ വിഷയം പരിഹരിക്കപ്പെടേണ്ട ഇലക്ഷൻ കമ്മീഷന് മുമ്പിലേക്ക് നിങ്ങൾ പോകുന്നില്ല? നിങ്ങൾ LED വോൾ വെച്ചിട്ട് മയക്കും വെച്ചിട്ട് നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ തന്നെയല്ലേ നടത്തിയ പ്രശ്നം എന്ന് പറയപ്പെടുന്നത്? അപ്പോൾ ആ ഉന്നയിക്കുന്ന വിഷയങ്ങളൊക്കെ പരിപൂർണമായി പരാജയപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രാഷ്ട്രീയം അത് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നടന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ വളരെ കൃത്യമായി തന്നെ ഭാരതം രാജ്യം ഭരിക്കുന്ന സർക്കാർ ഇടപെടലുകൾ കൃത്യമായി ഉണ്ടായിട്ടുണ്ട് എന്ന് ഓഫീസർ പറഞ്ഞില്ലേ? എന്താണ് സൈനിക ഓഫീസർ പറഞ്ഞത്? അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള സപ്പോർട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ മേൽ ഒരു കൈയും ആരും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ആ ഹീറോ ഇല്ലേ, 3
മൂന്നാം തവണയും തോറ്റു തുന്നം പാടിയ ആ പ്രതിപക്ഷത്തിരിക്കുന്ന ഹീറോ ഓൻ എന്താ പറഞ്ഞത്? കൈ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു, പൈലറ്റുമാരുടെയും ഇവരുടെയൊക്കെ കൈ കെട്ടി, സൈനികരുടെ കൈ കെട്ടി എന്നൊക്കെയല്ലേ ഓൻ പറഞ്ഞ് കലക്കയറുന്നത്. ആരെങ്കിലും ഓഫീസർമാരെന്താ കൃത്യമായിട്ട് പറഞ്ഞില്ലേ മേധാവികൾ? അപ്പോൾ നിങ്ങൾക്ക് എന്താ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട്? അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ സ്നേഹിച്ച് ഭാരതത്തിലെ ജനമായി ഭാരതത്തിൻ്റെ ഭാരതീയനായി ഈ പൊതുസമൂഹത്തിനോട് സംസാരിക്കാൻ പഠിക്കുക. ഇതെങ്ങനെയെങ്കിലും തോറ്റു എന്ന് ജനങ്ങളോട് പറയാനും ഞങ്ങൾ ചൂവും ജയിലുള്ളവരല്ല എന്ന് അന്യ രാജ്യക്കാരോട് സംസാരിക്കാനും വെമ്പൽ കൊള്ളുന്നത് ഏത് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഏത് ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ്? അവിടെയാണ് രാഹുൽ എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ ഓരോ പ്രവൃത്തിയും നമ്മൾ പരിശോധിച്ചാൽ ഇതേപോലെ തന്നെ ഗീർവാണങ്ങൾ വിടുന്ന ഒരു എന്താ പറയുക, ഒരു കഴിവും പ്രാപ്തിയും ഒപ്പം തന്നെ ഒരു വിശ്വാസവും ഇല്ലാത്ത, ഈ മൂന്ന് ഗണങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തിയായി പോയി കോൺഗ്രസിനെ നയിക്കാൻ എന്നുള്ളത് കൊണ്ടാണ് ഉപ്പുകലം വെച്ച ജാതി ഒന്നിനും കൊള്ളാതെ മൂന്നാം തവണ നിങ്ങൾ പ്രചരിക്കുന്നത്. നിങ്ങളെ സമൂഹം അംഗീകരിക്കുന്നില്ല, നിങ്ങളെ സമൂഹം പരിപൂർണമായി വിശ്വാസത്തിലെടുക്കുന്നില്ല. നിങ്ങൾ പറയുന്ന നുണക്കഥകൾ, നിങ്ങൾ ഉണ്ടാക്കുന്ന നറേറ്റീവുകൾ, നിങ്ങൾ പടച്ചുവിടുന്ന തട്ടിപ്പുകൾ, അതൊക്കെ നിങ്ങളുടെ അജണ്ട പ്രകാരം പ്രവർത്തിക്കുന്ന ചില മലയാള മാധ്യമങ്ങളുണ്ട്. അവർ ഈ അഭ്യാസം കൊണ്ട് നടക്കുന്നുണ്ട്. അവരുടെ മൈക്കും കൊണ്ട് ചെന്ന സമയത്ത് കൃത്യമായി പറഞ്ഞല്ലോ കോൺഗ്രസിൻ്റെ ആളാണെന്ന്. അപ്പം എന്താ മിണ്ടാട്ടം മുട്ടിയത്? അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ തൃശ്ശൂർ, ഞാനിരിക്കുന്ന തൃശ്ശൂരിനകത്ത് CPIയുടെ ഒരു വ്യക്തി പറയണം, സുരേഷ് ഗോപി ജയിച്ചതിൽ വോട്ടിലെന്ത് സംഭവമുണ്ട്. എന്താ പറയണേ, 7 MLA അവരുടെയാണ്, അതിൽ 3 CPIക്കാരാണ്. എന്നിട്ട് കലക്കാണ്, അതിൽ പരാതി ഉണ്ട്. എന്ത് പരാതി? ഇവരെവിടെയായിരുന്നു കരട് പ്രഖ്യാപിക്കുമ്പോഴും അതിൻ്റെ അസൽ പുറത്തു വിടുമ്പോഴും അതിലൊന്നും പരാതിയില്ല, പൗതുവും ഇല്ലാതെ ഇവരുടെ BLOമാർ CPM ഭരിക്കുന്ന സ്ഥലത്ത് വെച്ച് കലക്കാണ്. സുനിൽകുമാർ ഓനാച്ചിങ്ങ തോറ്റതിൻ്റെ ചിത്തഭ്രമം ഇപ്പോഴും മാറിയിട്ടില്ല, അതിൻ്റെ പ്രാന്തിലിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കൂട്ടുപിടിച്ചുകൊണ്ട് രാജ്യത്തിലൊരു ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയപ്പെടുന്ന ഒരിക്കലും ഗുണം പിടിക്കാത്തൊരു ബ്ലോക്കിനെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ തകർന്നു എന്നും ഓപ്പറേഷൻ സിന്ദൂർ വിജയിച്ചില്ല എന്നും ഓപ്പറേഷൻ സിന്ദൂറിൽ വേണ്ട കൈകാര്യം ചെയ്തില്ല എന്നും ജനങ്ങളോട് പറഞ്ഞ് പരുത്തിട്ട് അൺട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മുന്നിൽ നയിക്കുന്ന തട്ടിപ്പ് രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായി അദ്ദേഹം മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് ഒറ്റ കാര്യം പറയുള്ളൂ, ഞങ്ങൾക്ക് ജനങ്ങളുടെ അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ഞങ്ങൾക്ക് ജനങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ജനങ്ങളോട് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. ആ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ കൃത്യമായി പ്രധാനമന്ത്രി ബോധ്യപ്പെടുത്തേണ്ടത് പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി ബോധ്യപ്പെടുത്തേണ്ടത് ആഭ്യന്തരമന്ത്രി, അതേപോലെ തന്നെ പ്രതിരോധ മന്ത്രി ബോധ്യപ്പെടുത്തേണ്ടത് പ്രതിരോധ മന്ത്രി, അതേപോലെ തന്നെ കരനാവിക സേനാ മേധാവികൾ പ്രതികരിക്കേണ്ടത് അവർ കൃത്യമായി പ്രതികരിച്ചോളും. നിങ്ങളുടെ ആൾക്ക് അതൊന്നും ഉൾക്കൊള്ളാനും അതൊന്നും സഹിക്കാനും പറ്റുന്നില്ലെങ്കിൽ വേറൊരു മാർഗവുമില്ല. ഒന്നെങ്കിൽ ഓനെ പിടിച്ച് വേറെ വല്ല സംവിധാനത്തിലേക്ക് മാറ്റിയ പ്രാപ്തി കഴിവുള്ള ആൾ പ്രതിപക്ഷ നേതാവാക്കുക, അല്ലെങ്കിൽ അയാൾ പറയുന്ന പൊട്ടത്തരത്തിന് സേനാപതി വീണ് പോലെയുള്ള രാജ്യസ്നേഹികൾ പ്രതിസന്ധിയിലാവും എന്നല്ലാതെ വേറെ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. രാജ്യം വളരെ സേഫാണ്, രാജ്യം വേണ്ട ഇടപെടലുകൾ നടത്തും. കാരണം നല്ല നട്ടലും പ്രാപ്തിയുള്ള സർക്കാരാണ് രാജ്യത്തുള്ളത്. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസവുമില്ല. വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് വേണ്ട ശൈലിയിൽ ഇടപെടാൻ പ്രാപ്തിയുള്ളവരാണ് രാജ്യത്തെ എല്ലാ